SSLC റിസൾട്ടൊക്കെ അറിഞ്ഞു, പക്ഷേ എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണാന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ തീർത്തുതരാം മക്കളെ. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് പെർസെൻറ്റേജ് കാണാമെന്നുള്ളത് ഷമീം സാർ പറഞ്ഞുതരും. അതോടൊപ്പം തന്നെ ഈ പെർസെൻറ്റേജ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ പെർസെൻറ്റേജിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള മറ്റാരെങ്കിലും ഉണ്ടോ, ആ കാര്യം ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനമായിരിക്കും പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഈ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ് മക്കളെ. +1 നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യം SSLC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 ഇരട്ടിയാണ്, 4 ഇരട്ടി. ഓക്കെ, അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു 4 ഇരട്ടി എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് SSLC കിട്ടിയിട്ടുള്ള ആ റിസൾട്ടെങ്കിലും +1ലും +2ലും നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന്. അതായത് ഇപ്പോഴത്തേക്കാളും നല്ല റിസൾട്ടാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. +1ൽ ഇതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 5 ഇരട്ടിയെങ്കിലും എന്ത് ചെയ്യണം, എഫേർട്ട് ഇടണം. ഓക്കെ, നന്നായിട്ട് പഠിക്കേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ബാച്ചിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നല്ല കേട്ടോ, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. 10ാം ക്ലാസ് വരെ ഞാൻ ട്യൂഷനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. +1ലും 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ +1ലും അത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ട്യൂഷനൊന്നും പോകാതെ ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലെ ആ ഒരു ക്ലാസ് മാത്രം ആശ്രയിച്ച് പോയി. പക്ഷേ +1 ഒരു പകുതി ഒരു ഹാഫ് ഇയർലി എക്സാം ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നടക്കൂല, കൂട്ടിയാൽ കൂടൂല എന്നുള്ള കാര്യം. നിങ്ങളുടെ +1 +2 സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും, ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഓക്കെ, നിങ്ങളുടെ സീനിയേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക +1 എങ്ങനെയാണെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ട്യൂഷന് ചേരണം. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും +1 അഗ്നി ബാച്ചാണ് സയൻസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, +1 കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജ്വാല ബാച്ച് ഉണ്ട്. നമുക്ക് പറയാം +1 അഗ്നി ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ലൈവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ലൈവായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ റെക്കോർഡ് ലേണിംഗ് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ PDF ക്ലാസ് നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. PYQ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും. ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും ചാപ്റ്റർ വൈസ് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് ജ്വാല ബാച്ചിൻ്റെ കാര്യത്തിലുണ്ട് കേട്ടോ. കൊമേഴ്സിലെ കുട്ടികൾക്കും നമ്മൾ അവൈലബിൾ ആണ് ഇത്രയും ഫീച്ചേഴ്സ്. പിന്നെ അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, ഗൈഡ് അത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും ഈ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണാൻ നമ്മൾ എന്തായാലും അതിന് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പ്രോപ്പർ റിവിഷനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഗൈഡായിരിക്കും നമ്മുടെ എക്സാമിനറുടെ ഗൈഡുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് നോട്ട്സും കൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ഗൈഡിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം അത് കേരളത്തിലെ ബെസ്റ്റ് ഗൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗൈഡിന് 1530 രൂപയാണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വെറും 4999 രൂപയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ കാര്യം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇനി ഈ ഒരു ബാച്ചിലല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം, നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. ഒരു ട്യൂഷന് പോയിട്ടുണ്ടാവണം. അത് സയൻസ് ആയാലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മൈൻഡിൽ ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പെർസെൻറ്റേജിലേക്ക് വരാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ 10A+ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. 10A+ കിട്ടിയിട്ടുള്ള കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും അവന് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം? 100% അല്ലേ? 100%. അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ A+ എന്ന് പറയുമ്പോൾ 100ൽ 90 കിട്ടിയവനും 100ൽ 99, 100ൽ 100 കിട്ടിയവനും എല്ലാവർക്കും A+ ആണ്. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 40 കിട്ടിയവനും 35 കിട്ടിയവനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ആക്യുറസി വ്യത്യാസം ഉണ്ടാവും അല്ലേ. യെസ്, ഇനി നമുക്ക് 10A+ കിട്ടിയ കുട്ടിയുടെ ആ ഒരു പെർസെൻറ്റേജ് എങ്ങനെ കാണാൻ നോക്കാം. പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് മക്കളെ, മാത്സിൻ്റെ ക്ലാസ് അല്ല. പെർസെൻറ്റേജ് കാണാൻ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് × 100/90 എന്നുള്ളതാണ്. നമുക്ക് 10 സബ്ജക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ A+ന് 9 മാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഗ്രേഡ് പോയിന്റ് 9 കൊടുക്കുന്നത്, 10 അല്ല കൊടുക്കുന്നത്. A+ന് 9 കൊടുക്കുന്നത്. അതുപോലെ A8, B+7, B6, C+5, C4, D+3 ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, 3, 4, 5, 6, 7, 9 ഈ ഒരു രീതിയിൽ ഗ്രേഡ് പോയിന്റ് ഓരോ ഗ്രേഡിന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണക്കാക്കും. അതായത് 10A+ ഉള്ള കുട്ടിക്ക് 10 ഗുണിക്കണം 9, 10 ഗുണിക്കണം 9. A+ൻ്റെ വാല്യൂ എത്രയാ? 9 അല്ലേ? അപ്പോൾ 10ഉം 9 അപ്പോൾ 10 ഗുണിക്കണം 9 × 100/90 എന്ന് പറയുമ്പോൾ 100% ആൻസർ വരും. ഓക്കെ, ഫുൾ A+ കിട്ടിയ കാര്യം ഒരു കൺഫ്യൂഷനും ഇല്ല, 100%. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 9A+ഉം ഒരു A ഗ്രേഡും ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 9A+ എന്ന് പറയുമ്പോൾ 9 ഗുണിക്കണം 9, 9A+ അല്ലേ? 9 ഗുണിക്കണം 9, പിന്നെ ഒരു Aക്ക് എന്താ 8 ആണ്, പ്ലസ് ഒരു 8. ഓക്കെ, പ്ലസ് 8. അപ്പോൾ 9 ഗുണിക്കണം 9 പ്ലസ് 8 /90 × 100, അതായത് 89/90 × 100 എന്ന് പറയുമ്പോൾ 98.8%, അതായത് 99% മാർക്ക് ഉണ്ട്. ഓക്കെ, ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കാം. 5A+ഉം 2Aയും അതുപോലെ 2 B+ഉം ഒരു Bയും ഒക്കെയാണ് എല്ലാ ഗ്രേഡുകളും ഉണ്ട് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് 5A+ എന്ന് പറയുമ്പോൾ എന്താ? 5A+, 5 ഗുണിക്കണം 9, 5 ഗുണിക്കണം 9 ആദ്യം ചെയ്യണം.
5 ഗുണിക്കണം 9. പിന്നെ 2a അല്ലേ, 2a എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 8, 2 ഗുണിക്കണം 8. പിന്നെ 2b പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 7, 2 ഗുണിക്കണം 7. ഇനി ഒരു ബി 1 ഗുണിക്കണം 6, 1 ഗുണിക്കണം 6. അങ്ങനെ അതെല്ലാം നമ്മൾ ആഡ് ചെയ്തു ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 45 പ്ലസ് 16 പ്ലസ് 14 പ്ലസ് 6 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100, അതായത് 81 ഡിവൈഡ് ബൈ 90 ഇൻറ്റു 100 എന്ന് പറയുന്നത് 90%. അതായത് 90% മാർക്ക് ഈ കുട്ടിക്കുണ്ട്. 5A+ കിട്ടിയ കുട്ടിക്ക് 90% മാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ A+ വലിയ കാര്യമൊന്നും ഇല്ല അല്ലേ. +1 എല്ലാവർക്കും 90%, ഏറെക്കുറെ ആ ഒരു 85% മുകളിൽ മാർക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഈ +1 അഡ്മിഷനെ ബാധിക്കുന്ന കാര്യം ഇതല്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ. പെർസെൻറ്റേജ് അല്ല നമ്മൾ നോക്കുക. +1 അഡ്മിഷനെ നിങ്ങൾക്ക് സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ WGPA എന്ന് പറയുന്ന ഒരു ഗ്രേഡ് പോയിൻ്റാണ്. ഓക്കെ, WGPA നിങ്ങൾ എടുക്കാൻ പോകുന്നത് സയൻസ് ആണ്. അപ്പോൾ സയൻസ് സബ്ജക്റ്റിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കും. അതുപോലെ നിങ്ങൾ കൊമേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ഗ്രേഡ് കിട്ടി. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ഗ്രേഡ് കിട്ടി, അതാണ് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ, ഈ WGPA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിലൂടെ ഷമീം സാർ പറഞ്ഞുതരാം. അപ്പോൾ മക്കളെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യം ഓർത്തു വെച്ചോ. SSLCയിൽ നിങ്ങൾക്ക് ഏത് A+, എന്ത് A+ കിട്ടിയിട്ടും കാര്യമില്ല. +1 നിങ്ങൾ അതിൻ്റെ 4 മടങ്ങ് 4x നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. എക്സ്റ്റേണൽ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് +1 നമുക്ക് എന്ത് ചെയ്യാം മുന്നേറാം. ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു ശ്രമത്തിൽ 10ാം ക്ലാസ്സിൻ്റെ ഒരു ശ്രമത്തിൽ താഴെ വീണ് പോയവരുണ്ടാവും. പേടിക്കേണ്ട മക്കളെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും +1 സീറ്റ് കിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. +1 സീറ്റ് ഉറപ്പാണ്. അത്രയും സീറ്റുകൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് +1 നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് +1 നമ്മൾ തിരുത്തും മക്കളെ. +1 നമ്മൾ തിരുത്തി മുന്നേറും. ഇപ്പോൾ പരിഹസിച്ചവർക്ക്, ഇപ്പോൾ പുച്ഛിച്ചവർക്കുള്ള മറുപടി നമ്മൾ +1 +2 നമ്മൾ കൊടുക്കും എന്ന ആ ഒരു വാശിയിൽ മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.